നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന, തകർന്നു പോയി എന്ന് പറയുന്ന ചില മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിക്കുവാൻ ശക്തൻ. പേടമാൻ എന്നർത്ഥമുള്ള തബീത വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വന്നു. നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തിൻ്റെ വേദനകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, നിരാശയുടെയും പ്രയാസത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഒരു മടങ്ങി വരവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ദിവസമാണ്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ അവിടെ ഈ പ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ച് കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. ലുദ്ദയിലും ഷാരോനിലും പാർക്കുന്നവർ എല്ലാവരും അവനെ കണ്ട് കർത്താവിങ്കലേക്ക് തിരിഞ്ഞു. യോപ്പയിൽ പേടമാൻ എന്ന അർത്ഥമുള്ള തബീത എന്നു പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. അവൾ വളരെ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. ആ കാലത്ത് അവൾ ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ലുദ്ദ യോപ്പയ്ക്ക് സമീപമാകിയാൽ പത്രോസ് അവിടെ ഉണ്ടെന്ന് ശിഷ്യന്മാർ കേട്ട്, നീ താമസിയാതെ ഞങ്ങളുടെ അടുക്കലോളം വരണം എന്ന് അപേക്ഷിപ്പാൻ 2 ആളെ അവൻ്റെ അടുക്കൽ അയച്ചു. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടെ ചെന്ന് എത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. പത്രോസ് അവരെ ഒക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്നു, പത്രോസിനെ കണ്ട് എഴുന്നേറ്റ് ഇരുന്നു. ഞാൻ ഇത്രയും ഭാഗം പറഞ്ഞത് ഇതിൻ്റെ 2 സ്ഥലങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഷാരോനെക്കുറിച്ചും 2 ലുദ്ദയെക്കുറിച്ചുമായിരുന്നു. പത്രോസിൻ്റെ ശുശ്രൂഷ മേഖലകൾ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ അവിടെയായിട്ട് പുള്ളിക്കാരൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ട് നടക്കുകയായിരുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് ഒരു ശുശ്രൂഷയ്ക്കായിട്ടുള്ള സിറ്റുവേഷൻ അന്ന് പത്രോസിന് ഇല്ലായിരുന്നു. ഇന്ന് നമ്മെ സംബന്ധിച്ച് നമുക്ക് ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ദൈവം ഒരു സ്ഥലത്തെ നമുക്കായിട്ട് വേർതിരിച്ചു. പക്ഷേ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് താൻ വന്നിട്ടില്ല. താനിങ്ങനെ പലയിടത്തിലായിട്ട് ഇങ്ങനെ ചുറ്റി നടന്നു. പക്ഷെങ്കിലും എല്ലാ കാലഘട്ടങ്ങളിലും ദൈവം ചുറ്റി നടക്കുമാറാക്കുന്നവനല്ല. ദൈവം ചില സാഹചര്യങ്ങളിൽ ചിലരെ ചുറ്റിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇസ്രായേൽ ജനങ്ങളെ ദൈവം ചുറ്റിച്ച് നടത്തിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊട്ട് അമാലേക്യ മല്ലന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഇവർ തിരിച്ചു ഫറവോൻ്റെ അടുക്കൽ തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഭയപ്പെടാതിരിക്കാൻ അവരുടെ ഭീതി മാറ്റാൻ വേണ്ടിയിട്ട് അവരെ ചുറ്റി നടത്തി. അല്ലെങ്കിൽ ചില സ്ഥലത്തിൽ നിന്ന് ഒന്നിച്ച് അകപ്പെടാതെ മറ്റു ചില സ്ഥലങ്ങളിലൂടെ കടന്നുപോയി. യഹസ്കേലിൻ്റെ കാലഘട്ടത്തിലേക്ക് യഹസ്കേലിൻ്റെ ദൈവം ചുറ്റി നടത്തിമാറാച്ചു എന്ന് പറഞ്ഞാൽ ആലയത്തിൻ്റെതായിട്ടുള്ള മാഹാത്മ്യം ഒന്ന് മനസ്സിലാക്കിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആലയത്തിനകത്ത് ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുകയല്ല, നീ നടന്നിരുന്ന് പ്രാർത്ഥിക്കണം. ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് ഒരു ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവാകുന്ന ഒരു ജലത്തിൻ്റെതായിട്ടുള്ള അനുഭവം ഇവിടെ യഹസ്കേലിനെ ഒന്ന് കാണിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവനെ ചുറ്റി നടന്നേ. വ്യക്തമായി മനസ്സിലാക്കിയാൽ ഷാലോം ചർച്ചിൽ, സെൻട്രൽ ചർച്ചിൽ വന്നിട്ടുള്ളവർക്കറിയാം, പെട്ടെന്ന് നിങ്ങൾക്ക് ചർച്ചിനകത്ത് വരാൻ പറ്റത്തില്ല. നിങ്ങൾ ചുറ്റി നടക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇപ്പുറത്ത് വന്നു, ഇങ്ങനെ കറങ്ങിയാണ് അവസാനം ചർച്ചിൻ്റെ ഗോഡ്സ് ഹൗസിനകത്ത് കടന്നു വരുന്നത്. ഇതുപോലെ യഹസ്കേലിനെ ദൈവം ചുറ്റി നടത്തുമാറാക്കി. എവിടെയൊക്കെ ആരെയൊക്കെ ദൈവം ചുറ്റിച്ചിട്ടുണ്ടോ അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. ഇവിടെ പത്രോസിനെയും ഈ ചുറ്റിച്ചു നടത്തിയിട്ടുണ്ട് എങ്കിൽ പെട്ടെന്നൊരു സ്ഥാനത്ത് അവനെ പിടിച്ചിരുത്താത്തതിൻ്റെ പ്രത്യേകത ലോകം അറിയണം. ലോകത്തിലുള്ള ശുശ്രൂഷയുടെ ശൈലികൾ അറിയണം. പലതരത്തിലുള്ള പല സംസ്കാരത്തിൽപ്പെട്ട പല വിധത്തിൽപ്പെട്ട വ്യക്തിബന്ധങ്ങളെ, വ്യക്തി ജീവിതങ്ങളെ പത്രോസെ നീ അറിയേണ്ടതായിട്ടുണ്ടെന്ന് ദൈവത്തിൻ്റെ നിർബന്ധമായിരുന്നു. ഞാൻ പറഞ്ഞു വരപ്പെടട്ടെ, ഒരു കൾച്ചറിൽ മാത്രമുള്ള ലെവലിലല്ല ഇവനെ ദൈവത്തിന് ഒത്തിരി ഇവനെ പഠിപ്പിക്കണമായിരുന്നു. ഫോർ എക്സാമ്പിൾ ഷാലോം ചർച്ചിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ
സ്തോത്രം. ട്രിവാൻഡ്രം കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവം കേരളത്തിൻ്റെ പല കോണുകളിലും, ഇന്നും കേരളത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലാ ജില്ലകളിലും ശാലോമിൻ്റെ വിശ്വാസികളുണ്ട് എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള ഒരു അനുഭവം. പക്ഷേ ദൈവം അവിടെയും മാത്രം നിർത്തിയില്ല, ഞങ്ങളെ നോർത്ത് ഇന്ത്യയിലേക്ക് അയച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കൾച്ചർ അവിടെ ഉണ്ട് എന്നുള്ളത്. എന്നെ വളരെയധികം സ്വാധീനിച്ചു. നോർത്ത് ഇന്ത്യയുടെ പല ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് മെഡിക്കൽ സയൻസ് ഇതുവരെയും ചെന്നെത്തിയിട്ടില്ലാത്ത, ഡോക്ടേഴ്സ് ചെന്നെത്തിയിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന സാഹചര്യം എത്തിയിട്ടില്ലാത്ത, സ്കൂളോ കോളേജോ ഒന്നും തന്നെ എത്തിയിട്ടില്ലാത്ത എത്രയോ ഗ്രാമങ്ങൾ ഇന്ത്യയുടെ ഏതെല്ലാം കോണുകളിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ രോഗശാന്തിക്ക് വേണ്ടിയിട്ട് അവർ മന്ത്രവാദം മാത്രം വേർതിരിച്ചു കൊണ്ടിരിക്കുന്നു. സാമ്പ്രാണിത്തി കത്തിച്ച് വയറ്റുവേദനയ്ക്ക് വേണ്ടി കുത്തി പൊള്ളിപ്പിക്കുന്ന സാഹചര്യം, കർപ്പൂരം കയ്യിൽ കത്തിച്ച് സ്തോത്രം രോഗശാന്തി, ഇങ്ങനെ തുടങ്ങിയുള്ള ഇതെല്ലാം നേരിട്ട് ചെന്ന് കണ്ട സമയത്തിൽ ഒന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. ദൈവം ഒരു കാലഘട്ടത്തിൽ നമ്മളെ പല സ്ഥലത്തിലേക്കും പല മേഖലകളിലേക്കും അയക്കുന്ന സമയങ്ങളിൽ നമുക്ക് പലതും മനസ്സിലാക്കിപ്പിക്കുവാനും നമ്മെ പഠിപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം പല സ്ഥലങ്ങളിലേക്കും ദൈവം അയച്ചത്. ഈ കൂട്ടത്തിലും പല വ്യക്തി ജീവിതങ്ങളും മനുഷ്യായുസിൻ്റെ നല്ലൊരു ഭാഗവും ചുറ്റി നടന്നവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആമീൻ. പിന്നിലൊരു ഉദ്ദേശമില്ലാതെയല്ല. ദൈവത്തിന് എന്തൊക്കെയോ നിങ്ങളെ പഠിപ്പിക്കണമായിരുന്നോ, എന്തൊക്കെയോ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിപ്പിക്കണമായിരുന്നോ. ആമീൻ. ലോകത്തിൽ കുറേ അനുഭവ സമ്പത്തുകൾ നിങ്ങൾക്ക് തരണമായിരുന്നോ. ദൈവം അതുകൊണ്ട് ചില മേഖലകളിലൂടെ നിങ്ങളെ നടത്തി വിട്ടുവെങ്കിലും അതൊക്കെ ചെറുതായിട്ട് കാണരുത്. ഒരു മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു അറിവാണ്. ഒരു മനുഷ്യനെ ലഭിക്കുന്ന വലിയ പദവികളായിരിക്കുന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലഭിക്കുന്നതായിട്ടുള്ള ഒരു നേട്ടമായി, ഒരു നന്മയായി, ഒരു അനുഗ്രഹമായി നമുക്കതിനെ കാണുവാനായിട്ട് കഴിയണം. അങ്ങനെ പത്രോസ് എല്ലായിടത്തും സഞ്ചരിച്ചപ്പോൾ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലോളം ചെന്ന് അവിടെ പക്ഷവാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ 35 വാക്യത്തിൽ ലുദ്ദയിലും ഷാരോണിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ലുദ്ദയും ഷാരോനും എന്ന് പറയുന്നത് രണ്ടും അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്. ഈ 2 സ്ഥലങ്ങളിലേക്കും പത്രോസ് ഇപ്പോൾ ഉറച്ചു. അപ്പോൾ ഒരിക്കൽ കൂടി കുറേ കാലം ചുറ്റി നടന്നവൻ പെട്ടെന്ന് ലുദ്ദയിലും ഷാരോനിലും വന്ന് ഉറച്ചു. അവിടെ നടക്കുന്ന ചില അത്ഭുതങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയം. അവിടെ നടക്കുന്ന ചില വീര്യപ്രവൃത്തികളാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു കാലഘട്ടം ചുറ്റി നടത്തിയ ദൈവത്തിൻ്റെ ദാസനാണെങ്കിൽ അനേക പ്രദേശങ്ങളിലൂടെ ദൈവം നടത്തിവിട്ടു എങ്കിലും ദൈവം കാലാകാലങ്ങളിൽ അവനെ ലുദ്ദയിലേക്ക് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ അവന് ഷാരോനിലേക്ക് കൊണ്ടുവന്ന് ദൈവം ഉറപ്പിച്ചതിൻ്റെ പിന്നിൽ എല്ലാ കാലത്തും നീ ചുറ്റി നടക്കേണ്ടവനല്ല. ഞാൻ പറഞ്ഞത്, ചുറ്റി നടക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാവൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നുവോ? നിങ്ങൾ സ്തോത്രം അങ്ങനെ നടന്നിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. സ്വഭവനത്തിൽ 5 ദിവസം തികച്ച് നിൽക്കാൻ കഴിയാതെ, സ്വന്തം നാട്ടിൽ 1 മാസം നിൽക്കാൻ കഴിയാതെ, എപ്പോഴും ജോലിയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ എപ്പോഴും വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഓടി നടക്കുന്ന വ്യക്തികൾക്ക് അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട് നല്ലതായിട്ട് ഫീൽ ചെയ്യും. പത്രോസിൻ്റെ ഉള്ളിനകത്ത് ഏത് കാലഘട്ടത്തിൽ എൻ്റെ ഈ ശുശ്രൂഷയ്ക്കൊരു മാറ്റം വരും, എൻ്റെ ഈ സ്ഥിതിഗതികൾക്കൊരു മാറ്റം വരും, ഈ ഒരു ആഗ്രഹത്തോടു കൂടി തന്നെ ആയിരുന്നപ്പോൾ ദൈവം തന്നെ ലുദ്ദയിലും ഷാരോനിലും, രണ്ടും അടുത്തുള്ളത് ആ പ്രദേശത്തിൽ അവനെ ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്തത് ഒരത്ഭുതം. ലുദ്ദയെക്കുറിച്ചും ഷാരോനെക്കുറിച്ചൊക്കെ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നത പദവിയിലിരിക്കപ്പെടുന്ന വലിയ പട്ടണങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ ആ ഹിസ്റ്ററിയിലേക്കൊന്നും പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം അന്ന് ഭക്തന്മാരൊക്കെ എവിടെയൊക്കെ കാല് ചവിട്ടിയിട്ടുണ്ടോ അതെല്ലാം ആ പ്രദേശം തന്നെ, ആ പട്ടണം തന്നെ വലിയ വിശാലതയിലേക്ക് പോയിട്ടുണ്ട്. എങ്കിൽ ആ വിശാലതയ്ക്ക് തൊട്ട് മുമ്പ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഐനയാസ് എന്ന് പറയപ്പെടുന്ന 8 വർഷക്കാലമായിട്ട് പാർലൈസ്ഡായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയുടെ 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനയാസ് എന്ന് പേരുള്ളൊരു മനുഷ്യനെ കണ്ട് പത്രോസ് അവനോട്, ഐനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റു. അപ്പോൾ ആ
ആദ്യം അവിടെ ഒരു അത്ഭുതം നടക്കുന്ന സ്ഥലം എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാലിട്ട് അയനയാസിനെ ദൈവം അവിടെ 8 സംവത്സരമായിട്ട് ലുദ്ദയിൽ ഇവൻ കിടരോഗിയായി കിടക്കുകയായിരുന്നു. പത്രോസ് എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ദാസനെ ദൈവത്തിന് ഒരു സ്ഥലത്ത് ഉറപ്പിക്കുവാൻ, ലുദ്ദയിൽ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം ആദ്യം ചെയ്തത് ആ പ്രദേശത്തിലെ 8 വർഷക്കാലമായി കിടരോഗിയായിരുന്ന ഒരു വ്യക്തിയെ സ്വർഗത്തിലെ കർത്താവ് എഴുന്നേൽപ്പിച്ചപ്പോൾ അവിടെ പത്രോസിൻ്റെ ശുശ്രൂഷകൾ പൂർണ്ണമായി വ്യാപിക്കുവാനായിട്ടുള്ളൊരു തുടക്കം അവിടെ കുറിച്ചുവെങ്കിൽ കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് ഒരുപക്ഷെ നീ കിടപ്പിലായിരിക്കുന്നുവെങ്കിലും, കഴിഞ്ഞ 8 വർഷക്കാലമായി നീ കഷ്ടത്തിലാണെങ്കിലും, കഴിഞ്ഞ 8 വർഷക്കാലമായിട്ട് നീ വേദനയിലും ബുദ്ധിമുട്ടിലും പ്രയാസത്തിലുമാണെങ്കിൽ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരെ അയച്ച് അയനയാസേ നിന്നെ എഴുന്നേൽപ്പിക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതിന് സംശയമില്ല. അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട്. അതെ, ക്രിസ്തു ജനനം മുതൽ കുരുടനായിരിക്കുന്നവനെ കർത്താവ് സൗഖ്യമാക്കിയതിൻ്റെ പിന്നിൽ ശിഷ്യന്മാരൊരു ചോദ്യം ചോദിച്ചു. ഈവൻ കുരുടനായി പിറക്കുവാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു? അന്ന് ശിഷ്യന്മാർ രോഗശാന്തിയെക്കുറിച്ച് പഠിച്ചു വരുന്ന സമയത്തിൽ അവർക്ക് ബോധ്യപ്പെട്ട ഒന്നായിരിക്കുന്നു, ഒരു രോഗം വരുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലൊരു പാപമുണ്ട്. കറക്റ്റാണ്, പാപമാണ് മനുഷ്യനെ രോഗിയാക്കുന്നത്. പക്ഷെ ആര് പാപം ചെയ്തത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ജനിക്കാൻ കാരണം എന്നുള്ളത് ശിഷ്യന്മാരുടേതായിട്ടുള്ള ഒരു ന്യായമായ ചോദ്യം. അപ്പൻ പാപം ചെയ്തുകൊണ്ടാണോ, അമ്മ പാപം ചെയ്തത് കൊണ്ടാണോ, ജനനം മുതൽ ഇവൻ കുരുടനായി പിറക്കാനുള്ള കാരണം എന്തെന്നുള്ള ന്യായമായിട്ടുള്ളൊരു സംശയമായിരുന്നപ്പോൾ യേശു കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഇവൻ്റെ അപ്പനോ അമ്മയോ പാപം ചെയ്തത് കൊണ്ടല്ല, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, ചില വെളിപ്പാടുകളാണ്. നിന്റെ കുടുംബത്തിനകത്ത് ചില അനർത്ഥങ്ങൾ വന്നു എന്ന് നിനക്ക് തോന്നുന്നുവെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് ചില ബുദ്ധിമുട്ടുകൾ വന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അതിൻ്റെ പിന്നിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിൻ്റെ നാമം ആ ഭവനത്തിനകത്ത് ഒരിക്കൽ കൂടി മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട്, ഒരിക്കൽ കൂടി ദൈവത്തിന് മഹിമ കൊടുക്കുവാൻ, ഒരിക്കൽ കൂടി ദൈവത്തിന് നീ നന്ദി അർപ്പിക്കുവാൻ, ഒരിക്കൽ കൂടി ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും പുകഴ്ചയും മഹത്വവും ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അത്രേ സ്വർഗത്തിലെ കർത്താവ് നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്തത്. സ്തോത്രം. എവിടെയും ദൈവമായ കർത്താവ് ഒരത്ഭുതം ചെയ്യണമെങ്കിൽ, ഒരതിശയം ചെയ്യണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ 30,000 പേരടങ്ങുന്ന വ്യക്തികൾ കടന്നു ചെന്ന് മിദ്യാന്യ ശക്തികളെ തോൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്തിൽ ദൈവം അതിന് അനുവാദം കൊടുത്തില്ല. അനുവാദം കൊടുക്കാത്തതിനൊരു കാരണമുണ്ട്. അതെ, സ്തോത്രം, ഇവർ ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല എന്നുള്ള ഒരു തെറ്റിദ്ധാരണ അവിടേക്ക് കടന്നു വന്നത് കൊണ്ട് തന്നെയാണ് ഒരനുവാദം കൊടുക്കാതിരുന്നത് എന്നുള്ളത്. സ്തോത്രം. മിദ്യാന്യ ശക്തികൾ വളഞ്ഞിരിക്കുന്ന സമയത്തിൽ തന്നെ ന്യായാധിപന്മാരുടെ പുസ്തകം 7-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, യഹോവ പിന്നെയും ഗിദെയോനോട്, ജനം ഇനിയും അധികമാകുന്നു, അവരെ വെള്ളത്തിങ്കലേക്ക് കൊണ്ടുപോക, അവിടെ വെച്ച് ഞാൻ അവരെ പരിശോധിച്ചു തരാം. അവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുമ്പോൾ പോരട്ടെ, ഇവൻ എന്നോടുകൂടെ പോരണ്ട എന്ന് കൽപ്പിച്ചവൻ പോരണ്ട എന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ ജനത്തിൻ്റെ വെള്ളത്തിലരികെ കൊണ്ടുപോയി ഗിദെയോനോട് പട്ടി നക്കി കുടിക്കുന്നത് പോലെ നാവുകൊണ്ട് വെള്ളം നക്കി കുടിക്കുന്നവരൊക്കെയും വേറെയും, കുടിപ്പാൻ മുട്ടുകുത്തി കുനിയുന്നവരൊക്കെയും വേറെയും നിർത്തുക എന്ന് കൽപ്പിച്ചു. കൈ വായ്ക്കു വെച്ച് നക്കി കുടിച്ചവർ ആകെ 300 പേരായിരുന്നു. ശേഷം ജനമൊക്കെയും വെള്ളം കുടിപ്പാൻ മുട്ടുകുത്തി കുനിഞ്ഞു. യഹോവ ഗിദെയോനോട്, നക്കി കുടിച്ച 300 പേരെ കൊണ്ട് ഞാൻ നിങ്ങളെ രക്ഷിച്ചു മിദ്യാന്യരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശേഷം ജനമൊക്കെയും താങ്കളുടെ സ്ഥലത്തിലേക്ക് പോകട്ടെ എന്ന് ദൈവം 30,000 പേരടങ്ങുന്ന ഒരു വിഭാഗം അവരെ ഉപയോഗിച്ചാണ് മിദ്യാന്യ ശക്തികളെ നശിപ്പിക്കുവാൻ. അപ്പോൾ ദൈവം പറഞ്ഞു 30,000 പേര് പോണ്ട. ഗിദെയോനൊരു സംശയം, കർത്താവേ അങ്ങനെ എന്താ കർത്താവേ, അങ്ങനെ 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 എന്തിനാ കർത്താവേ അങ്ങനെ? അപ്പോൾ പറഞ്ഞു, നിങ്ങൾ പറയും നിങ്ങളുടെ ആൾബലം കൊണ്ട് നിങ്ങൾ ജയിച്ചേച്ചു വന്നു, നിങ്ങളുടെ ആൾബലം കൊണ്ട് നിങ്ങൾ ജയിച്ചേച്ചു വന്നു, നിങ്ങളെ ദൈവമാണ് നിങ്ങളെ ജയിപ്പിച്ചു എന്ന് നിങ്ങളിപ്പോൾ പറയൂല. എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ബലം കൊണ്ട്, എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ കഴിവ് കൊണ്ട് ഒക്കെയാണ് ഞാനിതാ ജയിച്ചു എന്ന് നിങ്ങൾ പറയാതിരിക്കുക ഇത്രയും പേര് പോകണ്ടെന്ന് പറഞ്ഞു. ഗിദെയോനോട് പറഞ്ഞു, നീ ഒന്ന് അനൗൺസ് ചെയ്യണം. അനൗൺസ് ചെയ്യേണ്ടത്, ഉൾഭയമുള്ളവരൊക്കെ പുറകിലേക്ക് പോകാം, വരാൻ താല്പര്യമില്ലാത്തവരും പുറകിലേക്ക് പോകാം,
ഉച്ച സമയത്ത് ചോറ് കഴിച്ചാൽ ഉറങ്ങണമെന്ന് നിർബന്ധമുള്ളവർക്കൊക്കെ വീട്ടിൽ പോവാം. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ പോകാൻ പറഞ്ഞു. 20,000 പേര് പോയി. 20,000 പേര് പറഞ്ഞു, കുഴപ്പമില്ല, നമ്മളെ പാസ്റ്റർക്ക് ആൾ കുറച്ച് മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊക്കെ പോകാമെന്ന് പറഞ്ഞ് 20,000 പേര് തിരിച്ചുപോയി. ബാക്കി 10 വന്നപ്പോൾ ദൈവം വീണ്ടും പറഞ്ഞു, ഈ മിദ്യാനിനെ തകർക്കാൻ വേണ്ടിയിട്ട് ഈ 10,000-ൻ്റെ ആവശ്യമൊന്നുമില്ല, പകുതി പേര് ഇവിടെ ഇരുന്ന് ഉറങ്ങും പോലെ ഉറങ്ങുന്നേ. അതിന് വേണ്ടിയിട്ട് സ്തോത്രം, ആമേൻ, ആ 10,000-നെയും പൂർണ്ണമായിട്ട് മാറ്റി നിർത്തത്തക്ക വിധത്തിലേക്ക് സ്തോത്രം മാറ്റി അതിനകത്തുനിന്ന് അടുത്തൊരു 300 പേരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റാണ് നടത്തിയത്. ടെസ്റ്റ് വേറെ ഒന്നുമല്ല, വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ആറ്റിൻ്റെ കരയിലേക്ക് കൊണ്ടുവിട്ട് കൊടുത്ത സമയത്തിലേക്ക് കുറേ പേര് പട്ടി നക്കിക്കുടി, ബൈബിൾ ഞാൻ വായിച്ച ശ്രദ്ധിച്ചല്ലോ, ഞാൻ ചുമ്മാ കൈ നിട്ട് പറയുന്നില്ല, പട്ടി നക്കി കുടിക്കും പോലെ വെള്ളം കുടിക്കുന്ന പുള്ളികളെയൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റിയിരുത്ത്, അതോടനുബന്ധിച്ച് അല്ലാണ്ട് കൈകൊണ്ട് കുമ്പിൾ കൊണ്ട് കോരി കുടിക്കുന്നവരൊക്കെയും വേറൊരു സൈഡിലേക്കും മാറ്റി നിർത്ത് എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ 2 വിഭാഗമായിട്ട് ചെയ്യാൻ പറ്റും. രാമേൻ എല്ലാവരും കൂടി ചെന്ന് ഓടി, റെഡി 1 2 3 4 എന്ന് പറയും പോലെ അത് പിച്ചേമുട്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, എല്ലാവരും വെള്ളം കുടിയെന്ന് പറഞ്ഞു. വെള്ളം കുടിയെന്ന് പറഞ്ഞ സമയത്തിലേക്ക് എല്ലാവരും ചെന്ന് കുറേ പേര് പട്ടി നക്കി കുടിക്കും പോലെ വെള്ളം കുടിച്ചു, കുറേ പേര് കൈക്കുമ്പിളിലേക്ക് അതേ കോരി കുടിച്ചു. പലരും പല രീതിയിലായി. അതിൽ നിന്നൊരു 300-നെ ദൈവം തിരഞ്ഞെടുത്തു. 300-നെ തിരഞ്ഞെടുത്തത് നല്ല മനസ്സുള്ളവരെ. ഒരു യുദ്ധത്തിൽ ശത്രു കടന്നു വരുന്ന സമയത്തിൽ തോറ്റുപോകാതിരിപ്പാൻ, യുദ്ധത്തിൽ കടന്നു വരപ്പെടുമ്പോൾ എൻ്റെ വെള്ളം കുടിയല്ല എനിക്ക് വിഷയം, എൻ്റെ ഭക്ഷണമല്ല എനിക്ക് വിഷയം, എൻ്റെ കംഫർട്ടല്ല എനിക്ക് വിഷയം, എനിക്ക് ശത്രുവിനെ നിഗ്രഹിക്കണം. അഥവാ ശുശ്രൂഷ സംബന്ധമായിട്ട് ഞാൻ പറയട്ടെ, ദൈവം എന്നെ ഒരു വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു. ആ ഉത്തരവാദിത്തത്തിലാണ് എൻ്റെ ശ്രദ്ധ മുഴുവനും. ഞാനിപ്പോൾ ഡിസിപ്ലിൻ അനുസരിച്ച് ഇതൊക്കെ കുടിക്കാനും കഴിക്കാനും ഒക്കെ തോന്നിക്കൊണ്ട് നിന്ന് കഴിഞ്ഞാലൊട്ട് ശത്രു മിദ്യാനി ശക്തികൾ കടന്നു കയറും, എന്നെ നശിപ്പിച്ച് കളയും, അല്ലെങ്കിൽ എന്നെ തകർത്ത് കളയും. അതുകൊണ്ട് ആയുധധാരികളായിരിക്കുന്നവർ ആയുധം തലയിൽ വയ്ക്കാതെ വണ്ണം, അവർക്ക് വെള്ളം കുടിക്കാൻ ആയുധം വെച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ മുന്നിൽ ശത്രു വന്നു കഴിഞ്ഞാലിട്ട് എടുത്ത് ആക്രമിക്കാനായിട്ട് കഴിയപ്പെടത്തേയില്ല. അതുകൊണ്ട് തന്നെ ആയുധം നിലത്ത് വയ്ക്കാതെ തന്നെ അവർ ആ ആയുധധാരികളായിട്ട് നിന്നുകൊണ്ട് തന്നെ വെള്ളം കുടിക്കത്തക്ക വിധത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ ഒക്കെ ചെയ്തു ആവുന്നു. അന്ന് പറഞ്ഞാൽ ആ 2 കരങ്ങളിലും അവർ ആയുധം വെച്ചുകൊണ്ട് അത് ചെയ്തു. അതിലൊരു 300 പേരെ വേർതിരിച്ചിട്ട് 300 പേരെ ദൈവം അയച്ചിട്ട് മിദ്യാനി ശക്തികളെ കീഴ്പ്പെടുത്തി വന്നപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ ബലം കൊണ്ടല്ല, ഇത് ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ്. ഇന്ന് ഈ ആരാധനയിൽ വന്നിരിക്കുന്ന ദൈവസഭയോട് പറയട്ടെ, എവിടെയെങ്കിലും നീ ജയിച്ചുവെങ്കിൽ നിങ്ങളുടെ ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നിങ്ങൾ ജയിച്ചത്. എവിടെയെങ്കിലും നിങ്ങൾ മുൻ സ്ഥാനത്ത് വന്നെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് നിങ്ങൾ മുൻഭാഗത്തിലേക്ക് കടന്നു വന്നിരിക്കപ്പെടുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ വിജയം കരസ്ഥമാക്കിയെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകളല്ല, ദൈവത്തിൻ്റെ കൃപയാണെന്നുള്ളത് സമ്മതിച്ചു കൊടുക്കണം. മഹത്വം ദൈവത്തിന് കൊടുക്കണം, ബഹുമാനം ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം സ്വത്രം രാജാക്കന്മാരെ ജയിച്ച് കടന്നു വരുന്ന സമയത്തിലേക്ക് മൽക്കീസേദക്കിന് തൻ്റെ ദശാംശം മുഴുവനും കൊണ്ടുകൊടുത്തു. ദശാംശം കൊണ്ടുവന്ന് മൽക്കീസേദക്കിന് കൊടുക്കുന്ന സമയത്തിൽ അബ്രഹാമിൻ്റെ മനോഭാവം, ഈ രാജാക്കന്മാരെ ജയിക്കുവാൻ വേണ്ടി, 4 രാജാക്കന്മാരെ ജയിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ കഴിവോ എൻ്റെ കൂടെ നിന്നവരുടെ കൃപയല്ല, അതിലുപരിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെ നിന്നത് കൊണ്ട് തന്നെയാണ് ആദ്യം കൊണ്ടുവന്ന് കർത്താവിന് സ്തോത്ര കാഴ്ച വെച്ചു, ദൈവത്തിന് കാണിക്ക വെച്ചു, ദൈവത്തിന് ബഹുമാനം കൊടുത്തോ, ദൈവത്തിന് മഹത്വം കൊടുത്തോ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഈ പകൽ സമയത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ എവിടെയൊക്കെ ജയിച്ചിട്ടുണ്ടോ ദൈവത്തിന് മഹത്വം കൊടുക്കണം. എവിടെയൊക്കെ ദൈവം നിന്നെ ഉയർത്തിയിട്ടുണ്ടോ ദൈവമാണ് നിന്നെ ഉയർത്തിയെന്ന് സമ്മതിച്ചു കൊടുക്കണം. എവിടെയൊക്കെ ദൈവം നിന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടോ സ്വന്തം കഴിവാണ് ബുദ്ധിയാണ് എന്ന് ഒരിടത്തും ഒരു സ്ഥലത്തിലും നീ പറയുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. സ്വർഗത്തിലെ കൃപയാണ്, ദൈവത്തിൻ്റെ മഹിമയാണ്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ എവിടെയെങ്കിലും വിജയിപ്പിച്ചത്. ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ല കുടുംബജീവിതങ്ങൾ കിട്ടിയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിച്ച മേഖലകളിൽ നല്ലൊരു വിജയം നിങ്ങൾക്ക് കരസ്ഥമാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെയൊക്കെ നിങ്ങൾ കർത്താവിനെ മറന്നു പോകരുത്. ദൈവത്തിന് കൊടുക്കേണ്ടുന്ന മഹത്വവും ബഹുമാനവും പുകഴ്ചയും നിങ്ങൾ കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഐനിയാസിൻ്റെ അടുക്കലേക്ക് കടന്നു പോകുന്ന സമയത്തിൽ അവിടെ എടുത്തു പറഞ്ഞു,
യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. മറ്റൊരാൾക്കും അവർക്ക് ആ ബഹുമാനമോ പുകഴ്ചയോ ഒന്നുമേ കൊടുക്കാതെ വണ്ണം തന്നെ ദൈവത്തിന് കൊടുക്കേണ്ടുന്ന ബഹുമാനവും മാമേൻ മഹത്വം കൊടുത്തു. ആമേൻ. അനയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചു കൊള്ളുക എന്ന് ഉടനെ അവൻ എഴുന്നേറ്റു. 8 വർഷക്കാലമായി കിടരോഗിയായിരുന്ന വ്യക്തിയെ പത്രോസ് ചെന്ന് ലുദ്ദയിൽ ചെന്ന് യേശു ക്രിസ്തുവിൻ്റെ നാമം പറഞ്ഞ സമയത്തിൽ അവൻ ആ സമയത്തിൽ തന്നെ എഴുന്നേറ്റുവെങ്കിൽ ചിലയിടങ്ങളിൽ യേശുവിൻ്റെ നാമം ആര് പറയുന്നു അവിടെ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സ്വപ്നം കണ്ട് നിങ്ങൾ പേടിക്കുന്നുവെങ്കിൽ അവിടെ അയ്യോ 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 എന്നല്ല, പിന്നെന്താ? യേശുക്രിസ്തുവിൻ്റെ നാമം പറയാൻ ധൈര്യമുണ്ടാകണം. അതിന് ധൈര്യം വേണം. ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ഭയം കടന്നു വരുന്ന സമയത്തിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അയ്യോ എന്തോ എന്നായിരിക്കും. ഇനി വീണ്ടും പറയട്ടെ, ഓരോരുത്തരും ഓരോ സാഹചര്യങ്ങളിൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പൈശാചികമായ ദോഷങ്ങൾ, ബന്ധനങ്ങൾ, കെട്ടുകൾ, അതേ കുരുക്കുകൾ, ഇങ്ങനെ തുടങ്ങിയുള്ളവരൊക്കെ അനുഭവിക്കപ്പെടുമ്പോൾ എല്ലാവരും അയ്യോ എന്നൊരു വിളിയാണ്, ഓ എന്ന് വിളിയാണ്. ഇല്ല, ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ നാമം പറയുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഏത് ദുഷ്ടശക്തികളോ ആ നാമം കേൾക്കുമ്പോൾ ഭയപ്പെടും. സ്വപ്നം ഐനിയാസേ, യേശുക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞതിൻ്റെ പിന്നിൽ പത്രോസിനറിയാൻ വേറെ ഏത് പേര് പറഞ്ഞാലും ഇവ എഴുന്നേൽക്കത്തില്ല. ഒരൊറ്റ പേരിൻ്റെ മുമ്പിൽ മാത്രമേ ഇവൻ എഴുന്നേൽക്കത്തുള്ളൂ. അത് യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു പേര്. ഈ പേരിൻ്റെ മുമ്പിൽ ഏത് വ്യക്തികളും തോൽക്കും. ഈ പേരിൻ്റെ മുമ്പിൽ ഏത് പൈശാചിക ശക്തികളും താളടിയാകും. ഈ നാമം സകല നാമത്തിനും മേലായ നാമമാണ്. ഈ നാമം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്ന നാമമാകൊണ്ട് നിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ നാമം എടുക്കുവാൻ കഴിയുമെങ്കിൽ ഭൂതങ്ങൾ വിറച്ചോടും. ശത്രുശക്തികൾ വിറച്ചോടണമെങ്കിൽ യേശു. പത്രോസ് അതുകൊണ്ട് തന്നെ ആ നാമമെടുത്ത് ആമേൻ പറഞ്ഞു. അപ്പോൾ ലുദ്ദയിൽ ഒരത്ഭുതം നടന്നു. ദൈവം ലുദ്ദയിൽ പത്രോസിനെ ഉറപ്പിക്കാൻ പോവുകയാണ്. അവിടെ നടാൻ പോവുകയാണ്. ദൈവം ഒരു വ്യക്തിയെ ഒരു സ്ഥലത്ത് നടുന്നതിൻ്റെ ഭാഗമാണ് ആ പട്ടണത്തിൽ ദൈവം അവരെ പ്രയോജനപ്പെടുത്തുന്നത്. ദൈവം അവരെ ഉപയോഗപ്പെടുത്തുന്നത്. ദൈവം ഒരു കുടുംബത്തിൻ്റെ മേൽ പ്രയോജനപ്പെടുന്നത്. ദൈവത്തിന് ചിലരെ ചില പ്രദേശങ്ങളിൽ നടണം. കർത്താവ് നിങ്ങളെ നിർത്തുവാൻ തുടങ്ങപ്പെടുമ്പോൾ ഒരു അത്ഭുതത്തോട് കൂടിയിട്ടായിരിക്കും നിർത്തുന്നത്. അപ്പോൾ രണ്ടാമത്തെ അത്ഭുതമാണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. 36 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന് പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. ഇനി അടുത്ത്, യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത. പേടമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താ മാൻ? മാൻ പേടമാൻ എന്ന് പറഞ്ഞാലോ, ഇപ്പോൾ തുള്ളിച്ചാടി ഓടുന്ന സാധനങ്ങൾക്കാണ് സാധാരണ നമ്മൾ മാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നിങ്ങളൊരു പ്രാർത്ഥനയിൽ തന്നെ ഒരു ദർശനം കാണുകയാണ്, ഒരു മാനിനെ കാണുന്നുവെങ്കിൽ, ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ, കാല് സുഖമില്ലാണ്ട് കിടക്കുന്ന ഒരു സബ്ജക്റ്റിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാനൊരു മാനിനെയാണ് കാണുന്നുവെങ്കിൽ അതിനർത്ഥം ആ വ്യക്തിയുടെ കാലെന്ത് ചെയ്യാൻ പോകുന്നു? സുഖപ്പെടാൻ പോകുന്നു. തുള്ളിച്ചാടി ഓടി നടക്കുന്നതും വേഗതയുള്ളതും ചുറുചുറുക്കുള്ളതും ഒക്കെ ഉള്ളതിൻ്റേതായിട്ടുള്ള ഒരു അടയാളമാണ്, ഒരു ലക്ഷണമാണ് മാൻ. അതുകൊണ്ടാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത് പേടമാൻ എന്നർത്ഥമുള്ള തബീത. പേടമാൻ എന്നർത്ഥമുള്ള തബീത. അപ്പോൾ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ളൊരു ശിഷ്യ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനർത്ഥം ഈ പെൺകുട്ടിയുടെ ശുശ്രൂഷ, അവൾ എന്തായിരുന്നു? ശിഷ്യ. യേശു കർത്താവിനെ രക്ഷകനായിട്ട് അവൾ സ്വീകരിച്ച് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. കർത്താവിൻ്റെ വയൽ പ്രദേശത്തിൽ പുരുഷന്മാർ മാത്രമല്ല അധ്വാനിച്ചു കൊണ്ടിരുന്നത്, അനേക സഹോദരിമാർ യേശു കർത്താവിനെ അനുഗമിച്ചു.
കർത്താവിൻ്റെ വയൽ പ്രദേശത്തിലായി ഇന്ന് ഈ കൂട്ടത്തിലും സഹോദരിമാരെ നിങ്ങളെ കർത്താവ് വിളിക്കുന്നുവെങ്കിൽ നല്ല മനസ്സോടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കണം. കർത്താവിൻ്റെ വേല മഹിമയുള്ള വേദനയാണ്. ദൈവത്തിന് വേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യകരമായ പദവിയായിട്ട് തന്നെ കാണണം. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനൊരു അംഗീകാരം നിങ്ങൾക്ക് കൊടുക്കണം. ക്രിസ്തുവിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം കടന്നു വരുന്നുവെങ്കിൽ അതിനർത്ഥം യേശു കർത്താവ് നിങ്ങളെ വിളിക്കുന്നു എന്നുള്ളതാണ് അർത്ഥം. ക്രിസ്തു വിളിക്കുന്ന വ്യക്തികളുടെ ഉള്ളിനകത്താണ് ദൈവത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഒരിക്കൽ കൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശുവിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിലെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ ക്ഷണിക്കുന്നുവെന്നാണ്. ദൈവം നിങ്ങളെ വിളിക്കുന്നു. ദൈവത്തിന് നിങ്ങളെ വേണം, ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്നുള്ളതാണ്. ഈ പെൺകുട്ടി ചുറുചുറുക്കുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾ തുള്ളിച്ചാടി ഓടി നടക്കുന്ന ഒരു വ്യക്തി ജീവിതമാണ്. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന സമയത്ത് അവൾ ചുറുചുറുക്കുള്ള കുട്ടിയാണോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് കഴിയപ്പെടും. അവൾ വളരെ സൽപ്രവർത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. അപ്പോൾ കാലിന് ദൈവം ബലം കൊടുത്തതിൻ്റെ പിന്നിൽ അവൾ വെറുതെ ഇരിക്കല്ല. ശക്തിയുള്ള, ബലമുള്ള, കഴിവുള്ള, നല്ല ആരോഗ്യമുള്ള 2 കാലുകൾ, മാൻ പേടയെ പോലെ തുള്ളിച്ചാടി ഓടി നടക്കത്തക്ക കാലുകൾ തബീതയ്ക്ക് ദൈവം കൊടുത്തുവെങ്കിൽ ആ കാലുപയോഗിച്ച് അവൾ വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്. അവൾ സൽപ്രവർത്തികളാലും ധർമ്മങ്ങളും ചെയ്ത് പോന്നിരുന്നു എന്നുള്ളത് ആയിരുന്നു. സ്തോത്രം. 39 പത്രോസ് എഴുന്നേറ്റ് അവരുടെ അടുക്കൽ ചെന്നെത്തിയപ്പോൾ അവർ അവനെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത തങ്ങളോട് കൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങളും ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും നിന്നു. മനസ്സിലാകുന്നു? അവൾ സൽപ്രവർത്തികൾ ചെയ്തു, ധർമ്മങ്ങൾ ചെയ്തു. ഇനി കുപ്പായങ്ങളും ഉടുപ്പുകളും അവൾ ഉണ്ടാക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. തനിക്ക് ദൈവം കൊടുത്ത കഴിവുകൾ ഉപയോഗിച്ച് പള്ളിയിൽ മനോഹരമായ കുപ്പായങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. സ്തോത്രം. മനസ്സിലായോ? അപ്പം ഇത് സംഭവം ഞാൻ പറഞ്ഞു വരാം. ഈ കുട്ടി മരിച്ചു കിടക്കുന്ന സമയത്തിലാണ് അവൾ കൈകൊണ്ടുണ്ടാക്കിയ സാധനങ്ങളെടുത്ത് അവരിങ്ങനെ ഒപ്പാരി വെച്ച് എന്ന് പറഞ്ഞാൽ എന്താ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ കുട്ടി ഈ പള്ളിയിലെ ഏറ്റവും മുൻപന്തിയിലാണ്. കുട്ടിയല്ല, അവൾ സ്ത്രീയാണ്, പോട്ടെ. എങ്കിലും നമ്മുടെ ഭാഷയിൽ അതൊരു കുട്ടി എന്നൊക്കെ നമുക്ക് പറയാമല്ലോ, ഒരു ആത്മീകരായതുകൊണ്ട്. സ്തോത്രം. ചർച്ചിൻ്റെ ഏതാവശ്യത്തിനാണ് എങ്കിലും അവൾ രാത്രിയുടെ യാമങ്ങളിൽ മുഷിഞ്ഞിരുന്നിട്ടാണെങ്കിലും അവൾ തച്ചും തുന്നിപ്പറക്കിയെടുക്കും. ഇന്നല്ലേ ഈ പരിപാടിയില്ല, റെഡിമെയ്ഡ് പരിപാടി. പണ്ടെല്ലാം ഉണ്ടാക്കിയെടുക്കലായിരുന്നു, ഓർക്കുന്നുണ്ട് അല്ലേ? എല്ലാം തുന്നി ഉണ്ടാക്കിയെടുക്കും. അവൾ ചർച്ചിൽ മേശവിരിയാണെങ്കിലും അല്ല എങ്കിൽ സ്തോത്രം വേറെ എന്താവശ്യത്തിനാണ് എങ്കിലും എല്ലാ തുണികളും ഇവൾ ഉണ്ടാക്കിയെടുക്കും. ദൈവത്തിൻ്റെ ആലയത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ളൊരു മനസ്സ്, കർത്താവിൻ്റെ ആലയത്തിന് വേണ്ടിയിട്ട് അവളുടെ സമയവും അവളുടെ ആരോഗ്യവും കഴിവും ഒക്കെ വിനിയോഗിക്കാനായിട്ടുള്ള ഒരു ഭയങ്കരമായൊരു ടെൻഡൻസി ഉള്ള ഒരു കുട്ടിയായിരുന്നു. അതുകൊണ്ടാണ് അവൾ ഉണ്ടായിരുന്നത്. ഞാൻ ഇനി അവളെക്കുറിച്ച് കുറച്ചുകൂടെ ഒന്ന് പറയട്ടെ. സ്തോത്രം. പല വ്യക്തികളൊന്ന് പള്ളിയിൽ വരുന്ന സമയത്തിലേക്ക് സ്തോത്രം എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അലക്ഷ്യമായിട്ട് കിടക്കുന്നുവെങ്കിൽ സ്തോത്രം അതൊക്കെ പുറത്തുകൂടെ അതിനൊന്ന് ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ തബീതയെ സംബന്ധിച്ച് ആ പായെടുത്ത് നേരെ ഇടും. തബീത പ്രൈസ് ദി ലോർഡ് ഒരിടത്തും ഡിസോർഡറായിട്ട് ഒന്നും കിടക്കാൻ അനുവദിക്കത്തില്ല. അവൾ അത്രത്തോളം ഉത്സാഹത്തോടെ ദൈവവേല ചെയ്ത പെൺകുട്ടിയാണ്. പെൺകുട്ടി എന്ന് ഞാൻ പറയുന്നില്ല, തബീത ശിക്ഷ എന്നാണ് ബൈബിൾ എഴുതി. ശിക്ഷ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 60 വയസ്സായ ശിക്ഷയായിരിക്കാം, ചിലപ്പോൾ 50 വയസ്സായ ശിക്ഷയായിരിക്കാം. അതിൻ്റെ കൂടുതൽ ഹിസ്റ്ററി ഞാൻ പഠിച്ചില്ല. സ്തോത്രം. പക്ഷേ അവൾ ആലയത്തിനകത്ത് എല്ലാ കാര്യത്തിലും ആക്റ്റീവാണ്. ദൈവിക കാര്യാദികളിൽ അവൾ അത്രത്തോളം ശ്രദ്ധയുള്ള. അതുകൊണ്ട് തന്നെ കൂട്ടുവിശ്വാസികൾ അവളുണ്ടാക്കിയ കുപ്പായങ്ങളും തുണികളും ഒക്കെ എടുത്തു വെച്ചിങ്ങനെ കരയുകയാണ്. ഇന്നലെ വരെയും നമ്മുടെ പള്ളിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യാദികൾ ചെയ്ത ശിഷ്യയാണെന്നറിയാവോ? ഇന്നലെയും കൂടെ സ്തോത്രം ഇന്നത് വേണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രാത്രി രാമായണം ഉറക്കം മുഷിഞ്ഞിരുന്ന് വീട്ടിലിരുന്ന് വീട്ടുകാര്യം പോലും ചെയ്യാതൊന്നും പള്ളി കാര്യങ്ങളിൽ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്ന വ്യക്തിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞവരിങ്ങനെ കരയുകയാണ്. ഞാനൊന്ന് പറഞ്ഞത്, അവൾ ദൈവസഭയ്ക്കകത്ത് വളരെ ആക്റ്റീവായിരുന്ന
ഒരു പെൺകുട്ടിയായിരുന്നു. രണ്ടാമത് പറഞ്ഞത് അവൾ തുള്ളിച്ചാടി നടക്കത്തക്ക വിധത്തിലുള്ള കാലുകളുള്ള ഒരു സ്ത്രീ ആയിരുന്നു. അവളുടെ കാലുകൾക്ക് ഒരു പ്രയാസമില്ല. പേടമാൻ എന്നർത്ഥമുള്ള അത്രത്തോളം വേഗതയുള്ള, അത്രത്തോളം ചുറുചുറുക്കുള്ള ഒരു ശിക്ഷ ഉണ്ടായിരുന്നു. അവൾ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ചെയ്തു പോന്നവളായിരുന്നു. തബീതയുടെ മറ്റൊരു പ്രത്യേകത, അവൾ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും. ദൈവസഭ എപ്പോഴും മനസ്സിലാക്കണം, ദൈവം നമുക്ക് നല്ല കാലുകളെ തന്നിരിക്കുമ്പോൾ, നല്ല മനസ്സുകളെ തന്നിരിക്കുന്ന സമയത്തിൽ സൽപ്രവൃത്തികളും ധർമ്മങ്ങളും നമുക്ക് ചെയ്യാം. എല്ലാ കാലത്തും നമുക്കിത് ചെയ്യാൻ പറ്റത്തില്ല. സൽപ്രവൃത്തികളും ധർമ്മങ്ങളും ഒക്കെ നമ്മൾ ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാലഘട്ടമുണ്ട്, നമുക്ക് ചെയ്യാൻ ആരോഗ്യം കിട്ടുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടങ്ങളിൽ തുള്ളിച്ചാടി പേടമാനെ പോലെയുള്ള മാൻപേടയെ പോലെയുള്ള വേഗതയുള്ള കാലുകൾ ദൈവം നമുക്ക് തന്നിരിക്കപ്പെടുമ്പോൾ എല്ലാം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ആ കാലുകൾ ഉപയോഗിച്ച്, ആ വേഗത ഉപയോഗിച്ച്, ആ കഴിവുകൾ ഉപയോഗിച്ച്, ആ മനസ്സുപയോഗിച്ച് ചെയ്യുവാനായിട്ട് കഴിയുന്നുവെങ്കിൽ ദൈവത്തിന് അത് ഇഷ്ടമാണ്, ദൈവത്തിന് അത് സന്തോഷമാണ്. അപ്പോൾ അവൾ ധർമ്മം ചെയ്യുന്നവളായിരുന്നു, അവൾ അതോടൊപ്പം സൽപ്രവർത്തികൾ ചെയ്യുന്നവളായിരുന്നു. പക്ഷേ പേടമാന് തുല്യമായിട്ട് തുള്ളിച്ചാടി ഓടി നടക്കത്തക്ക തബീത ഇപ്പോൾ തുള്ളിച്ചാടി ഓടി നടക്കുകയല്ല, അവൾ ഡെഡ് ബോഡിയായി കിടക്കുകയാണ്, മരിച്ചു കിടക്കുകയാണ്. ഇവിടെ പേരിൻ്റെ അർത്ഥം നീ തുള്ളിച്ചാടി ഓടി നടക്കുന്ന പെൺകുട്ടി. പേടമാൻ എന്നർത്ഥമുള്ള തബീത, നീ ചുറുചുറുക്കുള്ള കുട്ടി, ശിക്ഷയാണ്. നീ ചുറുചുറുക്കുള്ള ഒരു സ്ത്രീയാണ്. പക്ഷെ ഇപ്പോൾ അവൾ എവിടെ? അവൾ മരിച്ചു കിടക്കുകയാണ്. അവൾ മരണത്തിന് കീഴ്പ്പെട്ട് കിടക്കുന്ന അനുഭവമാണ്. അവൾ ജീവനോടെ ഇരുന്നപ്പോൾ മാക്സിമം ചെയ്യേണ്ടതെല്ലാം ചെയ്തു. അവൾ ജീവനോടെ ഇരുന്നപ്പോൾ സൽപ്രവൃത്തികൾ അവൾ ചെയ്തു, ധർമ്മങ്ങൾ ചെയ്തു. പക്ഷെ ഇപ്പോഴുള്ള സ്റ്റേജ് എന്താന്ന് ചോദിച്ചാൽ അവൾ മരിച്ചു. സാധാരണ മരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും ഒടുവിലത്തെ സ്ഥലമാണ്. മരണാനന്തര ജീവിതമുണ്ട്, പക്ഷേങ്കിലും ഭൂമിയിൽ വെച്ച് മെഡിക്കൽ സയൻസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഫുൾ സ്റ്റോപ്പാണ് മരണം. അതിനുശേഷം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പേടമാൻ എന്നർത്ഥമുള്ള തബീത മരിച്ചു കിടക്കുകയാണ്. സൽപ്രവൃത്തികൾ നിന്നുപോയി, ധർമ്മങ്ങൾ നിന്നുപോയി. ആലയത്തിനോടുള്ള ബന്ധത്തിൽ അവൾ ചെയ്ത കാര്യാദികളെല്ലാം പെട്ടെന്ന് നിന്നുപോയി. ലോകം മുഴുവനും, സമൂഹം മുഴുവനും, സഭ മുഴുവനും പറഞ്ഞു, ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല, എന്തായാലും പോയില്ലേ. അവൾ ഇരുന്ന സമയത്ത് നല്ലതായിരുന്നു. പക്ഷേ ഇരുന്ന സമയത്ത് നല്ലത് ചെയ്തുവെങ്കിൽ, ഇരുന്ന സമയത്ത് സൽപ്രവൃത്തി ചെയ്തുവെങ്കിൽ, മാൻപേടയ്ക്ക് ഒത്ത കാലുകൾ ദൈവം കൊടുത്ത സമയത്തിൽ അവൾ തുള്ളിച്ചാടി ദൈവസഭയ്ക്ക് വേണ്ടി കൊടുത്തുവെങ്കിൽ, മരണം കൊണ്ട് നീ തീർന്നിട്ടില്ല. ഇത് നിന്റെ അടുത്ത ശുശ്രൂഷ ആരംഭിക്കാനായിട്ട് പോകുന്നവളോ. സ്വർഗത്തിലെ ദൈവം പത്രോസിനെ ലുദ്ദയിലേക്ക് അയക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം പത്രോസിനെ ഷാരോനിലെ പനിനീർ പുഷ്പം പോലെ സ്വർഗത്തിലെ കർത്താവിനെ ചുമന്നുകൊണ്ട് നേരെ ഇതാ പത്രോസ് അവിടേക്ക് കടന്നു പോകുകയാണ്. തബീതയെ, നിന്റെ ജീവിതം തീർന്നിട്ടില്ല, നിന്റേതായിട്ടുള്ള ശുശ്രൂഷ തീർന്നിട്ടില്ല. നീ ജീവനോടെ ഇരുന്നപ്പോൾ, ആരോഗ്യത്തോടെ ഇരുന്നപ്പോൾ നീ ചിലതൊക്കെ ചെയ്തുവെങ്കിൽ മരണത്തിന് നിന്നെ തോൽപ്പിക്കുവാനായിട്ട് കഴിയപ്പെടത്തില്ല. എന്റെ ഒരു അഭിഷിക്തൻ നിന്നെ തേടി കടന്നു വരുന്നുണ്ട്. നീ മരിച്ചു കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും. ദൈവത്തിന്റെ ഇടപെടൽ അവിടെയാണ് ഉണ്ടാകുന്നത്. എങ്ങനെ? ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ, കഴിവുള്ള കാലഘട്ടത്തിൽ, സമയമുള്ളപ്പോൾ, സാമ്പത്തികമുള്ളപ്പോൾ, മനസ്സുള്ളപ്പോൾ ചെയ്യേണ്ടതെല്ലാം ദൈവത്തിന് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്ത ഒരു പെൺകുട്ടിയെ, ഒരു ശിക്ഷയെ കർത്താവ് കൈവിട്ടില്ല. അവിടെ ലുദ്ദയിൽ അനേക വ്യക്തികൾ മരിച്ചിട്ടുണ്ട്, ലുദ്ദയിൽ അനേക തബീതമാര് മരിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ ആരുടെ അടുക്കലേക്കും ദൈവം പത്രോസിനെ അയച്ചില്ല. അയക്കാത്തതിൻ്റെ കാരണമുണ്ട്. ആ തബീത വേറെ, ഈ തബീത വേറെ. ഇവൾ എൻ്റെ മകളാ, ഇവൾ എനിക്ക് വേണ്ടി വേല ചെയ്തവളാ, ഇവൾ എൻ്റെ സൽപ്രവൃത്തികളിൽ വ്യാപൃതയായിരുന്ന ഒരു പെൺകുട്ടിയായിരിക്കുന്നു. നേരെ പത്രോസ് അവിടേക്ക് ഓടി. ഇവിടുന്ന് പേരുള്ള ശിക്ഷയുണ്ടെന്ന് വളരെ സൽപ്രവൃത്തികൾ ചെയ്തെന്നോ. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചുവോ? ഇനി മരിച്ചതെങ്ങനെ? ഹാർട്ട് അറ്റാക്ക് ഒന്നുമല്ല, ശരിയായിരിക്കാം ചിലപ്പോൾ. ദീനം പിടിച്ച് മരിച്ചു. അവർ അവളെ കുളിപ്പിച്ച് ഒരു മാളിക മുറിയിൽ കിടത്തി. ദീനം, രോഗം ഏതൊരു മനുഷ്യനും
കടന്നു വരുന്ന ഒന്നാണ് രോഗം. ദൈവവേല ചെയ്തു എന്ന് വെച്ചുകൊണ്ട് രോഗം വരാതിരുന്നില്ല. പള്ളിക്കാര്യങ്ങളിൽ വ്യാപൃതമായി എന്ന് വെച്ചുകൊണ്ട് രോഗം വരാതിരുന്നില്ല. രോഗം അവൾക്ക് വന്നു. പക്ഷേ ആ രോഗം അവളെ തകർത്ത് കളഞ്ഞു. കൂട്ടുവിശ്വാസികളും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന ഡെഡ് ബോഡിയെ കുളിപ്പിച്ച് വീട്ടിൽ കിടത്തി എന്നല്ല, മാളികമുറി സമ അപ്പർ റൂം. ബൈബിളിനകത്ത് ഒത്തിരി മാളികമുറികളുണ്ട്. ഏറ്റവും കൂടുതൽ മാളികമുറികളെല്ലാം ഉപയോഗിച്ചത് മരിച്ചവരെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. ശൂന്യകാരത്തേക്കും പഴയ നിയമത്തിലൊരു മാളികമുറി ഉണ്ടായിരുന്നു. ആ മാളികമുറിക്കകത്തായിരുന്നു തൻ്റെ മരിച്ചുപോയ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയിട്ട് അവിടെ. അപ്പോൾ മാളികമുറിക്കകത്ത് 120 പേര് ഒരുമിച്ചിരുന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചത് മാളികമുറിക്കകത്ത്. അതോടെ തിരുമേശയ്ക്ക് വേണ്ടിയിട്ട് കർത്താവിന് വേണ്ടി ഒരു മാളികമുറി, ഇങ്ങനെ ഒരുപാട്. ഇവിടെ തബീതയെ കൊണ്ടുവന്ന മാളികമുറി, ഒരു പ്രയർ റൂം, ഒരു പ്രാർത്ഥനാമുറി. ഒരു ഭവനത്തിനകത്തൊരു മാളികമുറി ഉണ്ടാകുന്നത് അനുഗ്രഹമാണ്. മറക്കരുത്. പുതിയതായിട്ട് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ മറക്കരുത്. പ്ലാൻ വരയ്ക്കുമ്പോൾ ഒരിക്കലും നിങ്ങൾ വർക്ക് ഏരിയ വരയ്ക്കാതിരിക്കില്ല. നല്ല ഓർമ്മ കാണാമല്ലേ, സഹോദരിമാരോട് കൊണ്ട് ബഹളം ഉണ്ടാക്കി എവിടെ കാണണമെന്ന് പറയും പ്ലാന്, അല്ലേ? കിച്ചണും വരയ്ക്കാതിരിക്കില്ല. ആദ്യം അവർ ചോദിക്കും. ഇനി ബെഡ്റൂമും വരയ്ക്കാതിരിക്കില്ല, മാസ്റ്റർ ബെഡും വരയ്ക്കാതിരിക്കത്തില്ല, ലിവിങ് ഏരിയ വരയ്ക്കാൻ വരയ്ക്കാതിരിക്കത്തില്ല, സിറ്റ് ഔട്ട് വരയ്ക്കാതിരിക്കത്തേയില്ല. എല്ലാം കൃത്യമായിട്ട് എല്ലാവരും പറയും. പ്രൈസ് ദി ലോർഡ്. കൃത്യമായിട്ട് എല്ലാം കാര്യങ്ങളും നോക്കും. പിന്നെ ഇനി വേറെ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്നത്, എല്ലാം അറ്റാച്ച്ഡാണ് നോക്കും, കാര്യങ്ങൾ നോക്കും, അത്ര നമ്മുടെ പോർച്ചുണ്ടോ നോക്കും, എല്ലാം നോക്കും. പക്ഷെ നോക്കാൻ മറന്നു പോകുന്ന ഒരേ ഒരു സ്ഥലം എവിടെയാണ്? മാളികമുറി, പ്രാർത്ഥനാമുറി. കിടപ്പ് മുറി പ്രധാനപ്പെട്ടതായി കണ്ടില്ലേ? പാചകം ചെയ്യാനുള്ള മുറിയും പ്രധാനമായി കണ്ടില്ലേ? ഗസ്റ്റ് വന്നാൽ അവരെ ഇരുത്താനുള്ള റൂമും പ്രധാനമായി കണ്ടില്ലേ? നിങ്ങളുടെ ജോലി കാര്യാദികൾ ചെയ്യാൻ വേണ്ടിയുള്ള മുറിയും പ്രധാനമായി കണ്ടില്ലേ? പ്രാർത്ഥനയ്ക്ക് അത്രയും പ്രധാനമില്ലാത്തതാണോ? അതുകൊണ്ടാണോ അത് കാണാത്തത്? അതുകൊണ്ടാണോ ആ വരച്ചതിനകത്ത് അത് വരാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വേറെ ഒന്നും മറക്കത്തില്ല. വരയ്ക്കുമ്പോൾ പ്രാർത്ഥനാമുറി വരയ്ക്കാൻ മറക്കും. ഒരുപാട് വലുതൊന്നും വേണ്ട. നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന തന്നെ നടത്താനുള്ള സ്ഥലമാകണ്ട, അതാകണമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷേ വ്യക്തിപരമായിട്ടെങ്കിലും തകർന്നിരിക്കുന്ന സമയത്ത്, നിരാശപ്പെട്ടിരിക്കുന്ന സമയത്തിൽ ഒരല്പസമയം ചെന്ന് ഇരിക്കുമ്പോൾ ശാന്തത ലഭിക്കുവാൻ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനാമുറി ഒരു ഭവനത്തിൻ്റെ ഐശ്വര്യമാണെന്നുള്ളത് മറന്നു പോകരുത്. ഏത് റൂമില്ലായെങ്കിലും ഒരു പ്രാർത്ഥനാമുറി നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. അത് കൂടിയേ പറ്റത്തുള്ളൂ. തബീത മരിച്ചു കിടക്കുകയാണ്. അവളെ കൊണ്ട് കിടത്താനൊരു മാളികമുറി ഉണ്ടായിരുന്നു. ആ മാളികമുറിക്കകത്ത് അവളെ കുളിപ്പിച്ചുകൊണ്ട് കിടത്തി. സ്തോത്രം. ഞാൻ നിങ്ങളെ ഭയപ്പെടുത്തുന്നില്ല. നമ്മുടെ വീടുകളിലും ഒരു സ്ഥലമുണ്ടായിരിക്കണം, ദൈവ സാന്നിധ്യമുള്ളൊരു സ്ഥലം, ദൈവത്തിൻ്റെ ഇടപെടലുള്ളൊരു സ്ഥലം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാനും വായിക്കാനും, സങ്കടം വരുമ്പോൾ ചെന്ന് കിടന്ന് കരയാനും, രോഗം വരുമ്പോൾ ഒരു അല്പസമയം ചെന്ന് കിടക്കാനുമൊക്കെ സ്തോത്രം. മറ്റൊരാവശ്യത്തിന് വേണ്ടി വിനിയോഗിക്കാത്ത ഒരു മുറിയും മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കാത്ത ഒരു നമ്മുടെ വീട്ടിൽ ദൈവത്തിന് വേണ്ടിയിട്ടൊന്ന് മറഞ്ഞ മാത്രം അതെങ്കിലും ഇരിക്കട്ടെ. അത് കർത്താവിന് ഇഷ്ടമാണ്. എനിക്ക് വേണ്ടി മാത്രം നീ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഭയങ്കര അനുഗ്രഹമാണ്. അതൊരു ഭയങ്കര നന്മയ്ക്ക് അത് കാരണമായിട്ടിരിക്കുകയാണ്. ആകയാൽ തബീതയെ കൊണ്ടുവന്ന് നേരെ കുളിപ്പിച്ച് മാളിക മുറിക്കകത്ത് കിടത്തി. പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടി 39 പത്രോസ് എഴുന്നേറ്റ് അവരോടുകൂടി ചെന്ന് എത്തിയപ്പോൾ അവരവരെ മാളിക മുറിയിൽ കൊണ്ടുപോയി. അവിടെ വിധവമാർ എല്ലാവരും കരഞ്ഞുകൊണ്ട് തബീത ഞങ്ങളോടുകൂടെ ഉള്ളപ്പോൾ ഉണ്ടാക്കിയ കുപ്പായങ്ങൾ ഉടുപ്പുകളും കാണിച്ചുകൊണ്ട് അവൻ്റെ ചുറ്റും പത്രോസ് അവരൊക്കെയും പുറത്തിറക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. ഹീലിംഗ് പ്രയർ അഥവാ സ്പെഷ്യൽ പ്രയർ. എല്ലാവരും കയറ്റൂല, എല്ലാവരും വെളിയിറക്കി. പത്രോസ് അവരെയൊക്കെയും പുറത്താക്കി മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അപ്പോൾ ഈ ഒരു അത്ഭുതം നടക്കാനുള്ളൊരു പ്രാർത്ഥനയാണ്. എല്ലാവരുടെ നിന്നാൽ ഒന്നും നടക്കൂല എന്നറിയാം. അതുകൊണ്ട് മാറ്റേണ്ടുന്നവരെ മാറ്റി നിർത്തേണ്ടവരെ എല്ലാവരെയും മാറ്റി. ശരിയാണ്, ചില സബ്ജക്റ്റുകളിൽ ഒരു വലിയ ഫങ്ഷനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മളൊരു
പേഴ്സണൽ പ്രയർ ആയിരിക്കണം, വ്യക്തിപരമായ പ്രാർത്ഥനയായിരിക്കണം ചിലർ. അതിലേക്ക് വിശദീകരിച്ച് പോകുന്നില്ല. കാരണം ഇവിടെ ഒരു ആൾ കൂട്ടിയുള്ള ഒരു പ്രാർത്ഥനയല്ല ഇവിടെ ആവശ്യം. ഇവിടുത്തെ ആവശ്യം ഞങ്ങളുടെ ഒരു വിടുതലിൻ്റെ പ്രാർത്ഥനയാണ്. അതാണ് ഒരു കുടുംബ പ്രാർത്ഥനയാണെങ്കിലും അതിനകത്തൊരു വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. ഒരു ഭവനാരാധനയാണെങ്കിലും അതിനകത്തൊരു വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ കൂട്ടായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഇവർക്ക് ഉണ്ടെങ്കിലും ഇവിടെ പത്രോസ് ഈ സമയത്തിൽ അവരെയൊക്കെയും പുറത്താക്കി. അവിടുത്തെ കരച്ചിലും ബഹളമൊക്കെ ഉള്ളവർ, അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? പലർക്കും പല മൈൻഡാണ്. ചിലർക്ക് പ്രതീക്ഷ ഉണ്ട്, ചിലർക്ക് പ്രതീക്ഷയില്ല. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഇവർക്ക് ആർക്കും പ്രതീക്ഷ വരാൻ സാധ്യതയില്ല. പത്രോസിന് മാത്രമേ ഇതിൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷയുള്ളൂ. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞു. സ്തോത്രം. ഒരു രഹസ്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പത്രോസ് ഒരു മരിച്ചയാളിനെ ഉയർപ്പിച്ചത് എങ്ങനെയാണ്? എഴുന്നേൽക്കാമെന്ന് പറഞ്ഞു. അവൾ കണ്ണ് തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിൻ്റെ നേരെ തിരിഞ്ഞു, തബീതയെ എഴുന്നേൽക്കുക. രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്ന്, പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥന? യേശുവപ്പ ശിക്ഷിക്കണേ, സഹായിക്കണമേ കർത്താവേ. അപ്പ ഈ തബീതയെ കണ്ട് മനസ്സില്ല, നല്ല കാലത്ത് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തവർ ആമേ ശിഷ്യയാണ്. കർത്താവിനോട് ക്ഷമിക്കണമുള്ള ബഹലീകരണങ്ങൾ ക്ഷമിക്കണം, കർത്താവേ അത്ഭുതം ചെയ്യണമേ, ആമേൻ എന്ന് പറഞ്ഞപ്പോൾ തബീത എഴുന്നേറ്റോ? ഇല്ല, എഴുന്നേറ്റില്ല. പത്രോസ് ആദ്യം പ്രാർത്ഥിച്ചു, കരഞ്ഞ് പ്രാർത്ഥിച്ചു, സങ്കടത്തോടെ പ്രാർത്ഥിച്ചു, വ്യവസ്ഥയോടെ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പത്രോസ് പറഞ്ഞു, തബീതയെ എഴുന്നേൽക്ക. ഒരു വാക്ക് പറഞ്ഞപ്പോൾ എഴുന്നേറ്റു. മനുഷ്യൻ്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട്, അഭിഷിക്തന്മാരുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. എല്ലായിടങ്ങളിലും യാചനകൾ മാത്രമല്ല, എല്ലായിടങ്ങളിലും പ്രാർത്ഥനകൾ മാത്രമല്ല, പ്രാർത്ഥിക്കേണ്ടുന്ന സ്ഥലത്ത് പ്രാർത്ഥിക്കണം, കൽപ്പിക്കേണ്ടുന്ന സ്ഥലത്ത് കൽപ്പിക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് പത്രോസ് പ്രാർത്ഥിച്ചാൽ തബീത എണീക്കൂല. ആദ്യം പ്രാർത്ഥിച്ചു, പ്രാർത്ഥിച്ചതിന് ശേഷം യേശു ക്രിസ്തുവിൻ നാമത്തിൽ കൽപ്പിച്ചു എഴുന്നേൽക്കാൻ. ലാസറിൻ്റെ കല്ലറയിൽ ചെന്ന് യേശു കർത്താവ് പറഞ്ഞു, ലാസറെ പുറത്തു വാ. ഒരു വിളി വിളിച്ച് ആദ്യം യേശു എന്താ ചെയ്തത്? കണ്ണുനീർ വാർത്തു, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയിൽ ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ലാസർ പുറത്തു വന്നില്ല. യേശു പറഞ്ഞു, ലാസറെ പുറത്തു വാ എന്ന് കൽപ്പിച്ച സമയത്തിലേക്ക് വന്നു. ഏലിയാവ് പറഞ്ഞു, ആമേൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ മഞ്ഞില്ല, മഴയില്ല, സൂര്യ നീ അവിടെ നില്ല, ചന്ദ്ര നീ അവിടെ നില്ല്. ഒരു വാക്ക് കൽപ്പിച്ചപ്പോൾ അത്ഭുതങ്ങൾ നടന്നു. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലിരിക്കുന്നു. അതിനിഷ്ടമുള്ളത് അതിൻ്റെ ഫലം അനുഭവിക്കാം. ഏതൊരു വ്യക്തിയുടെയും നാവിന് ശക്തിയുണ്ട്, നാവിന് അധികാരമുണ്ട്. അത് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ്. പത്രോസിൻ്റെ മേലൊരു അഭിഷേകമുണ്ടായിരുന്നു, പത്രോസിൻ്റെ മേലൊരു അനുഗ്രഹമുണ്ടായിരുന്നു. അനുഗ്രഹം വെച്ച് ഒരൊറ്റ വാക്ക് കൽപ്പിച്ചപ്പോൾ മരിച്ചു മൺമറഞ്ഞു പോകേണ്ടെന്ന കുളിപ്പിച്ച് കിടത്തിയ ആ ശരീരം ഉടനടി ജീവൻ പ്രാപിച്ച് എഴുന്നേറ്റുമെങ്കിൽ നിന്റെ കാലുകൾ മരിച്ചിരിക്കുകയാണോ? നിന്റെ മനസ്സും മരിച്ചിരിക്കുകയാണോ? നിന്റെ കുടുംബം മരിച്ചതിന് തുല്യമായിരിക്കുകയാണോ? നിൻ്റേതായിട്ടുള്ള ബിസിനസ് മേഖലകൾ മരണത്തിന് തുല്യമായിട്ട് നിൽക്കുന്ന അവസ്ഥയാണോ? ഇന്ന് പകൽ സമയം ഞാൻ ആത്മാവിൽ പറയുന്നു, തബീതയെ എഴുന്നേൽക്ക, യേശുവിൻ നാമത്തിൽ ജീവൻ പ്രാപിക്ക. മരിച്ചിരിക്കുന്ന മനസ്സുകൾ ജീവൻ പ്രാപിക്കട്ടെ, മരിച്ചിരിക്കുന്ന നന്മകൾ ജീവൻ പ്രാപിക്കട്ടെ, മരിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ, യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന, തകർന്നു പോയി എന്ന് പറയുന്ന ചില മേഖലകളെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിക്കുവാൻ ശക്തൻ ദൈവം പത്രോസിനെ ഷാരൂനിലേക്ക് അയച്ച് തബീത എഴുന്നേൽപ്പിച്ചു. എങ്കിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത വീണ്ടും ഒരു ജീവിതത്തിലേക്ക് വന്നു. നിങ്ങൾക്കൊരു മടങ്ങി വരവുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തിലെ വേദനകൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, ഓണം ഒരു ഭാഗത്ത് സന്തോഷം പകർന്നുവെങ്കിലും മറ്റൊരു ഭാഗത്ത് ദുഃഖത്തിൻ്റെയും വേദനയുടെയും അനുഭവങ്ങൾ മാത്രം, നിരാശയുടെയും പ്രയാസത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഒരു മടങ്ങി വരവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങൾക്ക് നൽകുന്ന ദിവസമാണ്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും.